ഓക്കെ, അപ്പം താങ്കളുടെ ചിരിയുടെ ലോകം എങ്ങനെയുണ്ട്? നന്നായി പോണു. ഞാൻ 2 ലോക റെക്കോർഡ് എടുത്തു. നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരില്ലോ നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യണേലും. പിന്നെ ഈ നമ്മളെ സ്മൈലില്ലേ സുന്ദരിയെ അതിസുന്ദരിയാക്കി മാറ്റും. അതെ, നമ്മള് നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് ചിരിക്കാണ്ടിരുന്നത് ഇങ്ങനെ ഉണ്ടാവും. അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ഫേസിനെ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളെ ഫേസിനെ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളെ സ്മൈലാണ്. ഏറ്റവും കൂടുതൽ മസിൽസ് വർക്ക് ചെയ്യുന്നത് സ്മൈലാണ്. ഈ ഓറയുടെ കാര്യം പറഞ്ഞു പറഞ്ഞില്ലേ, 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചിരിക്കുന്ന സമയത്ത് നമുക്ക് എനർജി ഓറ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ അവതാര ലക്ഷ്യം എന്തോ ഈ ലോകത്ത്? നമ്മൾക്ക് സമാധാനം, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ മറ്റേ ഗ്ലോബൽ മീറ്റ് നമുക്ക് നടത്താൻ പോവാണ് ഇവിടെ ആലപ്പുഴ വെച്ചിട്ട്. ഗ്ലോബൽ കോൺഫറൻസ് നടത്താൻ പോവാണ് ആലപ്പുഴ വെച്ചിട്ട്. ഈ മറ്റേ ലാഫിംഗ് ഇപ്പൊ നമ്മൾ ഒരുപാട് ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് വാ കഴിക്കും. കുറച്ചു നേരം ചിരി ഒരുപാട് ഇങ്ങനെ സ്റ്റേജിൽ കയറിയിരിക്കുന്ന കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണോട് 10 മിനിറ്റ് ചോദിക്കും. അവർ പറയും ഞാൻ 4 മണിക്കൂർ ഞാനൊരു ആൺകുട്ടിയാ. ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. നോക്കിയിരുന്ന് ചിരിച്ചോണ്ട് എങ്ങനെയുണ്ടാവും? ഒരു വട്ടാണെന്ന് വിചാരിക്കില്ല. കുറച്ചു നേരമൊക്കെ ചിരിക്കുക, അതൊരു നല്ലൊരു പെൺകുട്ടികൾ വേറെ പറയുന്നത്. എന്താവും നമ്മളൊരു ദിവസം 10 മിനിറ്റ് ഒക്കെ വെയിൽ കൊള്ളണം പറയും നല്ല ആരോഗ്യത്തിന്. അതുപോലെയാണ് അങ്ങോട്ട് പറയണേ നമ്മൾ 10 മിനിറ്റ് ഒന്ന് ചിരിക്കണം നല്ല ആരോഗ്യത്തിന് വേണ്ടി. ചേട്ടൻ എല്ലാ യോഗ അഭ്യാസങ്ങളും ചെയ്യുമ്പോൾ ചിരിച്ചോണ്ടാണ് ചെയ്യുന്നത് അതോ? ഞാൻ ചിരിച്ചുകൊണ്ടുള്ള യോഗയാണ്. 10 പേരിൽ നമ്മൾ ഒരുമിച്ച് അടിക്കും. 39ഓളം ഓർഗനെ പ്രതിനിധാനം ചെയ്യണതാണ് നമ്മളെ ഉള്ളം കൈ. ഈ കൈയിന്റെ ഉള്ളിൽ കൂടെ ഈ വിരല് കാണാൻ പാടില്ല ആദ്യം. അപ്പൊ നമ്മൾ കൈ അടിക്കുമ്പോൾ നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കുകയും 39ഓളം ഓർഗൻ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ സാധാരണ യോഗയിലെ മാതിരി നമ്മൾ ബ്രീത്ത് എടുക്കുക, ഔട്ട് ചെയ്യണത് ചിരിച്ചും കൊണ്ട്. അങ്ങയുടെ ധർമ്മപത്നി ഇതുപോലെ ചിരിക്കുവോ? ചിരിക്കും. ഒരു മേൽക്കൂരയുടെ കീഴിൽ 2 ചിരിക്കാരിങ്ങനെ ജീവിക്കുന്നു. ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വേദികൾ കവർ ചെയ്തിട്ടുണ്ട്. ചിരിയിലൂടെ തന്നെ ഹോങ്കോങ് ആരെങ്കിലും ഒന്ന് ചിരിപ്പിക്കാൻ പറ്റൂ? എല്ലാരും ചിരിച്ചു. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ അവിടെ ആരും ചിരിക്കാത്തവര് ചിരിക്കണ്ടെന്ന് വെച്ച് വന്നിരുന്ന ഒരു രക്ഷയില്ല. ചിരിച്ചോ? എല്ലാരും ചിരിച്ചു. അപ്പൊ വ്യായാമം നിങ്ങൾ എന്ത് വ്യായാമം വേണമെങ്കിൽ ചെയ്യാം, സന്തോഷത്തോടു കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും മണിക്കൂറൊക്കെ ചിരിച്ച് ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഈ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ച്ചതാ. കൈ കത്തിരി പിടിച്ച താഴമ്പോ നോക്കിയേ. ഞാൻ 40 വർഷമായിട്ട് ടൈലറാണ്. ഇതെന്റെ പാഷനാ. 13 വർഷമായിട്ട് ഈ മേഖലയിൽ. 40 വർഷമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ച്ചതാ. മാത്രല്ല ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരാളെ ഒരു ഉടുപ്പങ്ങനെ തയ്പ്പിക്കാൻ കൊണ്ടു കൊടുത്താലേ ഇതേ ആദ്യം അയാളെ നോക്കി ഒന്ന് ചിരിക്കും. കളിയൊക്കെ മരിച്ചു വീട്ടിൽ പോയെന്ന് ആലോചിച്ചു. അല്ലേ? അതെ, മരിച്ചു വീട്ടിൽ പോയ അങ്ങനെ മരിച്ച വീട്ടില. ഇപ്പൊ ഒരു 2 വർഷം മുന്നേ മരിച്ചു കിടക്കുന്ന ആളുടെ മുമ്പില് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത് എത്ര വൈറലായി. ബ്രെയിൻ അറിയില്ല. അല്ല, ഇത് 15 കോടിയോളം ആൾക്കാർ ചെയ്യുന്ന വ്യായാമമാണ്. അല്ലാണ്ട് യോഗയല്ല, ചിരിയുന്നു. അതെ, യോഗയാണ് ആക്ച്വലി. അതിന്റെ അംബാസിഡറാ ഞാൻ. താങ്കളും അദ്ദേഹത്തിന് ശിഷ്യനായവരുണ്ട്, ചിരി കൂട്ടിയിട്ടുണ്ട്. എന്താ? ഒരുപാട് ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് അമിതമാക്കാറില്ല. ഒരാളെ മുഖത്ത് നോക്കി അധികം ചിരിക്കാറില്ല. എന്തായാലും അതിനൊരു വ്യക്തത വേണം. എവിടെ ചിരിക്കണം, എങ്ങനെ ചിരിക്കണം, ആരോട് ചിരിക്കണം. ഔചിത്യബോധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.